നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ 2029 പ്രവർത്തനം ആരംഭിക്കും. 30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 14 സ്റ്റേഷനുകൾ ബ്ലൂ ലൈനിൽ ഉണ്ടാകും. അടുത്ത വർഷം ഏപ്രിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ദുബായ് പ്രഖ്യാപിച്ച 2040 അർബൻ പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലൂ ലൈൻ നിലവിൽ വരാൻ ഒരുങ്ങുന്നത്. 20.9 ബില്യൺ ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന ബ്ലൂ ലൈനിന്റെ നിർമ്മാണം അടുത്ത വർഷം ഏപ്രിലിൽ ആരംഭിക്കുമെന്ന് RTO ചെയർമാൻ മത്തർ അൽ തായർ അറിയിച്ചു. മാപ്പ, ലിമക്, CRRC എന്നീ 3 തുർക്കിഷ് ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യത്തിനാണ് നിർമ്മാണ ചുമതല. 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ലൈൻ നിലവിലുള്ള റെഡ്, ഗ്രീൻ ലൈനുകളെ ബന്ധിപ്പിക്കും. 14 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഇതിൽ 5 എണ്ണം ഭൂമിക്കടിയിലായിരിക്കും. 9/9/2029 മെട്രോ ലൈനിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് RTA റെയിൽ ഏജൻസി CEO അബ്ദുൽ മൊഹ്സൻ ഇബ്രാഹിം കൽബത്ത് വ്യക്തമാക്കി. We are expecting that this new line will provide facility or comfort for our passenger, which we are expecting to serve around 200,000 passenger per day on 2030, and it will gradually the demand will grow and it will serve around 350,000 passengers per day on 2040. The project will start, it's awarded today, and the project will start on the field on April, and it will be delivered on 9/9/2029. 2029 സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയാണ്. കഴിഞ്ഞ 14 വർഷത്തിനിടെ 200 കോടിയിലേറെ ആളുകൾ മെട്രോയിൽ യാത്ര നടത്തിയെന്നാണ് കണക്കുകൾ. നിലവിൽ 129 ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഗ്രീൻ, റെഡ് ലൈനുകളിലായി 53 സ്റ്റേഷനുകളാണ് ദുബായ് മെട്രോയ്ക്ക് നിലവിലുള്ളത്. 24 ദുബായ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ചർച്ചയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്ന് പുടിൻ വ്യക്തമാക്കി. സ്റ്റേറ്റ് ടെലിവിഷനിൽ റഷ്യക്കാരുമായുള്ള തന്റെ വാർഷിക ചോദ്യോത്തരവേളയിലാണ് പുടിന്റെ പ്രതികരണം. വർഷങ്ങളായി ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടത്തിയിട്ടില്ല. അബുദാബിയിൽ മരിക്കുന്ന പ്രവാസികളുടെ മരണാനന്തര നടപടികളുടെ ചെലവ് ഏറ്റെടുത്ത് അബുദാബി സർക്കാർ. സനത്കോം പദ്ധതിയിലൂടെ സഹായം എത്തിക്കുക. UAE സ്വദേശികൾക്കായി അധികൃതർ നടപ്പാക്കിയ സനത്കോം എന്ന പദ്ധതി വിപുലീകരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. കഴിഞ്ഞ ജനുവരിയിലാണ് അധികൃതർ പദ്ധതി നടപ്പാക്കിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനും മരണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് ചെലവുകൾ ഉൾപ്പെടെ സർക്കാർ വഹിക്കും. മാൻ എന്ന സോഷ്യൽ കോൺട്രിബ്യൂഷൻ അതോറിറ്റിയാണ് ഈ ചെലവുകൾ വഹിക്കുക. അതോടൊപ്പം സർക്കാർ രേഖകൾ ശരിയാക്കുന്നതിന് ഏകീകൃത സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്താൽ തുടർ നടപടികൾക്കായി സനത്കോം പദ്ധതിയിൽ നിന്ന് സർക്കാർ പ്രതിനിധിയെ നിയോഗിക്കുമെന്നും തുടർ നടപടികൾ ഈ പ്രതിനിധി ഏകോപിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൻതുക ചെലവ് വരുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും. അബുദാബി വിസയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ദുബായിൽ പൊതുഗതാഗത യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബോൾട്ട് ആപ്പ് സേവനത്തിന് മികച്ച സ്വീകാര്യതയെന്ന് അധികൃതർ. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ചേർന്നാണ് ബോൾട്ട് സേവനം ലഭ്യമാക്കുന്നത്. ലണ്ടൻ ടാക്സികളുടെ രൂപത്തിലുള്ള ടാക്സികളും ബോൾട്ട് ദുബായ് നിരത്തുകളിൽ ഇറക്കും. ദുബായ് നിവാസികൾക്ക് യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി UAEയുടെ വിവിധയിടങ്ങളിലേക്ക് കൂടി ബോൾട്ടിന്റെ സേവനം വ്യാപിപ്പിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ദുബായിൽ RTയുമായി ചേർന്നാണ് ബോൾട്ട് സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഏറെ പ്രത്യേകതകളാണ് ഈ ഒരു സേവനത്തിനുള്ളത്. ഇക്കഴിഞ്ഞ UAE ദേശീയ ദിനത്തിലാണ് ബോൾട്ട് സേവനം ദുബായിൽ ലഭ്യമായി തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ പ്രീമിയം ലിമോസിൻ സേവനങ്ങളാണ് ലഭ്യമായിരുന്നത്. ഇതിനോടകം UAE നിവാസികൾക്കിടയിൽ ശ്രദ്ധേയ സാന്നിധ്യമാകാൻ ബോൾട്ടിന് സാധിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത ഏതാനും വർഷങ്ങൾക്കകം എമിറേറ്റിലെ 80% ടാക്സി യാത്രകളും ഹെയിലിംഗ് ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കാനായാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ദുബായ് ടാക്സി കമ്പനി CEO മൻസൂർ അൽ ഫലാസി പറഞ്ഞു. Bolt is a well-known company specialized in the e-hailing platforms. It comes to the taxi, booking, limousine. So our partnership is going to last for the coming 20 years. Of course, Dubai has ambitious plan to reach 80% of total trips generated through the e-hailing platform. So this is why we signed this new collaboration, new agreement with Bolt to build that momentum here in Dubai and benefit from Bolt as they have almost 200 million users around the world.
ഡ്രൈവർമാരെ ട്രാക്ക് ചെയ്യാനും പണമടയ്ക്കാനും ബോൾട്ട് ആപ്പിലൂടെ എളുപ്പത്തിൽ സാധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. നിലവിൽ ലോകമെമ്പാടുമുള്ള 50 രാജ്യങ്ങളിലെ 600-ലേറെ നഗരങ്ങളിൽ ബോൾട്ട് നിലവിലുണ്ട്. ലണ്ടൻ ടാക്സിയുടെ മാതൃകയിലുള്ള ഇത്തരം വാഹനങ്ങൾ ഉൾപ്പെടെ ഇനി ദുബായിയുടെ നിരത്തിൽ കാണാനാകും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. നാസർ തിരുനിലത്ത് നിർമ്മിച്ച് അലി അരീഗത്ത് സംവിധാനം ചെയ്ത ഹോട്ട് AI ഹ്രസ്വചിത്രം ജിദ്ദയിൽ റിലീസ് ചെയ്തു. മലയാള സിനിമാ നിർമ്മാതാവ് നൌഷാദ് അലനല്ലൂരാണ് ചിത്രം റിലീസ് ചെയ്തത്. ഒരു ദിവസം കൊണ്ട് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ട്. മനുഷ്യ ജീവിതത്തെയും ബന്ധങ്ങളെയും തകർക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു മുഖം അനാവരണം ചെയ്യുന്നതാണ് സിനിമ. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തു. അലി അരീഗത്ത് മറുപടി പ്രസംഗം നടത്തി. ഷാജു അത്താണിക്കൽ നിയന്ത്രിച്ച പരിപാടിയിൽ അദ്നു ഷബീർ നന്ദി അറിയിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. പാർലമെന്റ് കവാടത്തിൽ ഇരുപക്ഷവും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് ഇരുവിഭാഗത്തെയും നേതാക്കൾ പോലീസിനെയും ലോക്സഭാ സ്പീക്കറെയും സമീപിച്ചു. BJP എംപിമാരുടെ പരാതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തു. അമിത്ഷായുടെ അംബേദ്കർ വിവാദ പരാമർശത്തെ ചൊല്ലി പാർലമെന്റ് കവാടം വേദിയായത് അസാധാരണ സംഭവങ്ങൾക്ക്. അംബേദ്കർ ചിത്രങ്ങളുമായി പാർലമെന്റ് കവാടത്തിലേക്ക് ആദ്യമെത്തിയത് BJP അംഗങ്ങൾ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രകടനമായി പാർലമെന്റിന് മുന്നിലേക്ക്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളി. അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. പിടിച്ചുതള്ളിയെന്നും മർദ്ദിച്ചെന്നും പരസ്പരം ആരോപണവുമായി ഇരുവിഭാഗവും രംഗത്തെത്തി. BJP അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും പിടിച്ചുതള്ളിയെന്നും രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി തള്ളിയിട്ട MP ദേഹത്തേക്ക് വീണ് തനിക്ക് പരിക്കേറ്റെന്ന ഒഡീഷയിൽ നിന്നുള്ള BJP MP പ്രതാപ് സാരംഗി. मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है. धक्का मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट में, हमारा अधिकार है अंदर जाने का, और BJP के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे हैं. लंबा गैप में खड़ा हुआ था, राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया. किसने धक्का मारा? राहुल गांधी ने. हाँ, राहुल गांधी ने. राहुल गांधी ने धक्का मारा. राहुल गांधी. തന്നെ BJP എംപിമാർ പിടിച്ചു തള്ളിയെന്നും മുട്ടിന് പരിക്കേറ്റെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കറോട് പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ വനിതാ അംഗം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. BJP അംഗങ്ങൾക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാക്കളും. പാർലമെന്റിനുള്ളിലും ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോര്. രാഹുൽ മോശമായി പെരുമാറിയെന്ന BJP രാജ്യസഭാ MP ഫങ്നോൻ കൊന്യക്. Today, while protesting, it was a peaceful protest. I was standing outside just below the staircase of Makar Dwar. Something happened to me which I really feel disheartened. ബഹളത്തിനിടെ രാജ്യസഭാ അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയതായി രാജ്യസഭാ സെക്രട്ടറി സഭയെ അറിയിച്ചു. ബഹളത്തിനിടെ നിമിഷങ്ങൾ മാത്രമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സമ്മേളിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. 24 ഡൽഹി. പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ സ്പീക്കർ. ധർണകളും പ്രകടനങ്ങളും നടത്തുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കർശനമായി വിലക്കി. പാർലമെന്റിന് പുറത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നടപടി. കർണാടകയിൽ വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറെ അപമാനിച്ച സംഭവത്തിൽ BJP MLC CT രവി പോലീസ് കസ്റ്റഡിയിൽ. ലക്ഷ്മി ഹെബ്ബാൾക്കറുടെ പരാതിയിലാണ് നടപടി. നേരത്തെ മന്ത്രിയെ അപമാനിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ CT രവിയെ നിയമസഭയിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു ശീതകാല സമ്മേളനം നടക്കുന്ന ബെലഗാവിയിലെ സുവർണ വിധാൻ സൗധയിൽ നാടകീയ രംഗങ്ങൾ. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ BJP കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോര്. സഭ പിരിയാനൊരുങ്ങുമ്പോഴായിരുന്നു വനിതാ മന്ത്രിക്കെതിരായ BJP അംഗം CT രവിയുടെ മോശം പരാമർശം. പിന്നാലെ ലക്ഷ്മി ഹെബ്ബാൾക്കർ പോലീസിനും നിയമസഭാ കൗൺസിൽ സെക്രട്ടറിക്കും പരാതി നൽകി. ഇതിനിടെ മന്ത്രിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ മന്ദിരത്തിൽ കയറി CT രവിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. മന്ത്രിയുടെ പരാതി വ്യാജമെന്ന് CT രവി. वो झूठा आरोप करना कांग्रेसियों का आदत है. अमित शाह जी के ऊपर भी झूठा आरोप किया है, मेरे ऊपर भी झूठा आरोप कर रहा है.
പിന്നാലെ CT രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാരതീയ ന്യായ സംഹിത 75-79 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 ചെന്നൈ. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചു. കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തത്. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. 24 ഇമ്പാക്ട്. ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പട്ടിക ധനവകുപ്പ് അതാത് വകുപ്പുകൾക്ക് കൈമാറിയിരുന്നു. വകുപ്പ് തലത്തിലാണ് അച്ചടക്ക നടപടികൾ ആരംഭിച്ചത്. കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഗ്രേഡ് 2 അറ്റൻഡർ സാജിദ AK, വർക്ക് സൂപ്രണ്ട് നസീദ് മുബാറക്, പാർട്ട് ടൈം സ്വീപ്പർമാരായ ഭാർഗവി P, ലീല K, രജനി J, ഷീജകുമാരി G എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ സാജു K സുരേന്ദ്രനാണ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ജീവനക്കാരിൽ നിന്ന് തുക തിരികെ പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടു. 18% പലിശ അടക്കം തിരിച്ചുപിടിക്കും. നിലവിൽ കൃഷിവകുപ്പിൽ മാത്രമാണ് നടപടിയെടുത്തത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലടക്കം നിരവധി ജീവനക്കാരാണ് സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റിയത്. 24 തിരുവനന്തപുരം. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ മകൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകിയായ രണ്ടാനമ്മയും പോലീസിന് രാവിലെ നൽകിയ മറുപടി. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തിയത്. പിതാവ് അജാസ് ഖാനെയും രണ്ടാനമ്മയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് അൻസിയ പോലീസിനോട് സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടമിൽ കിട്ടിയിട്ടുള്ള ഇത് റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒരു സ്മോത്തറിംഗ് ആണ്. സോ ഇത് നമുക്ക് ഉടൻ തന്നെ കുറച്ച് സംശയം തോന്നി ഇത് മർഡറാണ്. ഈ കുട്ടിയുടെ അച്ഛൻ പിന്നെ രണ്ടാമത്തമ്മ സ്റ്റെപ്പ് മദറാണ്. ഇന്നലെ രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴാണ് കുട്ടിയുടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിൽ അജാസ് ഖാന് പങ്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. അനീസയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 കൊച്ചി. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങാനാണ് നിർദ്ദേശം. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. കോടതി നടപടിയിൽ ആശ്വാസമെന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നടപടി. അർജുൻ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കാൻ പോക്സോ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബോണ്ട് നൽകിയാൽ അർജുനെ വിട്ടയക്കാമെന്നും നിർദ്ദേശമുണ്ട്. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ആൾജാമ്യവുമാണ് നിർദ്ദേശിക്കുന്നത്. 10 ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിലെത്തി ജാമ്യ ഉത്തരവ് നടപ്പാക്കണം. അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി. കോടതി നടപടിയിൽ ആശ്വാസമെന്ന് പെൺകുട്ടിയുടെ പിതാവ്. ഇങ്ങനൊരു അറസ്റ്റ് ചെയ്യണം, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോവാന്നുള്ള ഒരു വാർത്തയാണ് കിട്ടിയത്. ഇത്രയും ദിവസം നമ്മൾ വിഷമത്തിലിരുന്ന് നമുക്കൊരു ആശ്വാസമാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത. അതുകൊണ്ട് ഹൈക്കോടതിക്ക്, ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയണം. അതേപോലെ തന്നെ സർക്കാരും ഇതിനകത്ത് ഇടപെട്ടുന്നു അറിഞ്ഞായിരുന്നു. അപ്പോൾ സർക്കാരിനും നന്ദി പറയുന്നുണ്ട്. അർജുന്റെ അഭിഭാഷകൻ SK ആദിത്യൻ ഹൈക്കോടതിയിലെ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയാണ് അർജുൻ. അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 24 കൊച്ചി. വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ പുതിയ മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ്. 8-ൽ കൂടുതൽ സീറ്റുകളുള്ള വാഹനങ്ങൾ ഉടമയും കുടുംബാംഗങ്ങളും മാത്രമേ ഉപയോഗിക്കാവൂ. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശമുണ്ട്. റെന്റ് ക്യാബ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞത് 50 വാഹനങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് വാങ്ങണം. ബൈക്കുകൾ റെന്റിന് നൽകാൻ കുറഞ്ഞത് 5 ബൈക്കുകൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്യണം എന്നും നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കായി അടിയന്തര ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സേഫ്റ്റി കമ്മീഷണർക്ക് കത്തയച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. സംസ്ഥാനത്തെ ഗതാഗത നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. 24 മണിക്കൂറും റോഡിൽ ജോലി ചെയ്യേണ്ട സേഫ് കേരള പദ്ധതിയിൽ ഉള്ളത് 1/3 ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഡീസൽ അടിക്കാൻ പോലും ഫണ്ടില്ലെന്നും പരിശോധന കുറയാൻ കാരണം ഇതാണെന്നും സംഘടന പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നുണ്ട്.
കേരളത്തിൽ തുടർച്ചയായി വാഹനാപകടങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. പരിശോധനയും എൻഫോഴ്സ്മെന്റും കുറഞ്ഞതാണ് അപകടങ്ങൾക്ക് ഇടയാക്കിയതെന്നായിരുന്നു ആക്ഷേപം. ഇതോടെയാണ് എൻഫോഴ്സ്മെന്റ് ശക്തമാക്കാൻ സാധിക്കാത്തതിന്റെ കാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥരുടെ സംഘടന കുറിപ്പിറക്കിയത്. 24 മണിക്കൂറും റോഡിൽ പരിശോധന നടത്താൻ ഉദ്ദേശിച്ച് 2018 തുടങ്ങിയ സേഫ് കേരള പദ്ധതിയിലുള്ളത് 1/3 ഉദ്യോഗസ്ഥർ മാത്രം. മതിയായ വാഹനങ്ങളില്ല, ഉള്ളവ കൂടുതലും വൈദ്യുത കാറുകൾ. ഇത് ചാർജ് ചെയ്യാൻ മാത്രം 10 മണിക്കൂറോളം എടുക്കും. ഡീസൽ അടിക്കാൻ ഫണ്ടില്ലാത്തതും പരിശോധനകൾക്ക് തടസ്സമാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വാഹനം ഓടിക്കേണ്ട ഗതികേടുണ്ട്. ചെല്ലാൻ പ്രിന്റിങ്ങിനും ഡെസ്പാച്ചിങ്ങിനും ആളില്ല. കോടതി നടപടികൾക്ക് മറ്റു വകുപ്പുകളിലേതുപോലെയുള്ള സംവിധാനമില്ല. AI ചെല്ലാനുകൾ കുന്നുകൂടുന്നതും കാര്യക്ഷമതയെ ബാധിക്കുന്നു. ഇവയാണ് നിരത്തിലെ പരിശോധന കുറയാൻ കാരണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളെയും ഡ്രൈവർമാരെയും നിയമിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാകൂ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 700 പേരുടെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പിന് നൽകിയ ശുപാർശ ധനവകുപ്പിന്റെ ടേബിളിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ നിയമനം നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത്. അതേസമയം നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തുന്ന പരിശോധന സംസ്ഥാനത്ത് തുടരുകയാണ്. 24 തിരുവനന്തപുരം. ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വങ്ങൾക്ക് ആശ്വാസം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. നിലവിലുള്ള ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സുപ്രീംകോടതി ഉത്തരവിനെ ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്തു. വർഷങ്ങളായി നടത്തിവരുന്ന ആഘോഷമാണ് പൂരമെന്നും ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബൽ വാദിച്ചു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കുന്നതിൽ ഇതുവരെയും വീഴ്ച വരുത്തിയിട്ടില്ല. സ്ഥലപരിമിതി ഒരു പ്രശ്നമായതിനാൽ ആനകളെ 3 മീറ്റർ അകലത്തിൽ നിർത്താൻ കഴിയില്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ആനകളുടെ ക്ഷേമത്തിനാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശമെന്നായിരുന്നു മൃഗസംഘടനയുടെ മറുവാദം. ഹൈക്കോടതി നിർദ്ദേശമായ 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തുന്നത് അപ്രായോഗികമെന്നായിരുന്നു സുപ്രീംകോടതി നിരീക്ഷണം. ഇതോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പുറമെയുള്ള നിബന്ധനകൾ പാലിക്കണമെന്നും ദേവസ്വങ്ങളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സുപ്രീംകോടതി ഉത്തരവ് പൂരപ്രേമികളുടെ വിജയമെന്നായിരുന്നു ദേവസ്വങ്ങളുടെ പ്രതികരണം. ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി. ദേവസ്വങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പൂരം, വേല, പെരുന്നാള് ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ്. വീണ്ടും ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേ അനുവദിക്കണമെങ്കിൽ അത്രയും മനസ്സിലാക്കിയിട്ടാണ്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവുമല്ല ഇതിൽ വിജയം ആഘോഷിക്കുന്നത്. അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള, ഇതിന് പിന്നിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. ആന ഉടമസ്ഥരുണ്ട്, പൂരം പ്രേമികളുണ്ട്. പല ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന മൃഗസംഘടനയുടെ വാദത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്തം ദേവസ്വങ്ങളുടേതായിരിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷികൾക്കും നോട്ടീസ് നൽകി. 24 ഡൽഹി. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെയെന്ന് CPM. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മന്ത്രിമാറ്റം അനുവദിക്കാത്തതിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത അമർഷത്തിലാണ്. CPIM കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലെത്തിക്കാൻ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അഭ്യർത്ഥിച്ചതനുസരിച്ച് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് CPIM സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു. ഇതിനുള്ള CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടിയാണ് തോമസ് കെ തോമസിന്റെ വഴിയടച്ചുകൊണ്ടുള്ള തീരുമാനം. AK ശശീന്ദ്രനെ മാറ്റേണ്ടെന്ന നിലപാടാണ് പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ശശീന്ദ്രനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് CPIM വിലയിരുത്തൽ. മന്ത്രിസ്ഥാനം ലഭിക്കാൻ ശരത് പവാർ വഴി പാർട്ടി ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ PC ചാക്കോ ശ്രമിച്ചതിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തോമസ് കെ തോമസിനെതിരെ MLA-മാരെ കൂറുമാറാൻ കോഴ വാഗ്ദാനം ചെയ്തതടക്കമുള്ള സാമ്പത്തിക ആരോപണങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളും മുഖ്യമന്ത്രി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത പ്രതിരോധത്തിലാണ്. പാർട്ടിയിൽ മന്ത്രിയെ സ്വന്തമായി തീരുമാനിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ അപമാനകരമായ സ്ഥിതിയിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ താൽപര്യമില്ലെന്നും ചാക്കോ സഹപ്രവർത്തകരെ അറിയിച്ചു. എന്നാൽ മന്ത്രിമാറ്റത്തിൽ ചാക്കോയെ വിമർശിച്ച് AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേയില്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ PC ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസ് കെ തോമസിനൊരു അവസരം കൊടുക്കണമെന്ന് നിലപാടിലേക്ക് അദ്ദേഹം എത്തി. യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് പറഞ്ഞത്. മന്ത്രിമാറ്റം നടന്നില്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ PC ചാക്കോ വിഭാഗം ആലോചിക്കുന്നുണ്ട്.
ഇതിനായി ശരത് പവാറിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. അണ്ടർ 20 സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യന്മാരായി വയനാട് ജില്ല. കലാശ പോരാട്ടത്തിൽ മലപ്പുറത്തെ 3-നെതിരെ 5 ഗോളിന് തകർത്താണ് വയനാടിന്റെ കന്നിക്കിരീട നേട്ടം. മുഴുവൻ സമയത്ത് 1-1 സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വയനാട് വിജയം കൊയ്തത്. കൽപ്പറ്റ മറവയൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ശ്രീ സബോഷ് ബസ്മതരാരി ജില്ലാ പോലീസ് മേധാവിയെ സ്നേഹവും അനുപൂർവ്വം മൈതാനത്തേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.